Good afternoon. Good afternoon, miss. Okay. Good afternoon, miss. Good afternoon. Miss खाना खाया എന്താണ്? Good afternoon, miss. Good afternoon. Good afternoon, miss. Okay, good afternoon. എല്ലാരും ലഞ്ച് കഴിച്ചോ? അൻവിന്റെ ലഞ്ച് കഴിച്ചോ എല്ലാവരും? കഴിച്ചു. കേൾക്കുന്നില്ല? Can you hear me? Yes. Yes. Okay. Miss खाना खाया എന്താണ്? Miss खाना खाया നെഹി ആരാ ചോദിച്ചത്? ഫെലിക്സ് ആണോ? റിയാനോ? ഓക്കെ, എല്ലാരും ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ കുറച്ചു പേര് കഴിച്ചില്ല അല്ലേ? ഫുഡ് കഴിച്ച് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്താണ്? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? Good afternoon. Good afternoon, miss. Okay, take your Hindi textbook, page number 5 and 6. Page number 5 and മക്കളെ ക്ലാസ് നിൽക്കുന്നു. Yes, page number 5. ആ 5 എടുത്ത് വെച്ചേ. മറന്നുപോയോ നോക്കട്ടെ. 5ൽ എന്താ നിങ്ങൾ പഠിച്ചതെന്നൊന്നും മിസ്സിന് പറഞ്ഞുതരാമോ? പഠിച്ചല്ലേ? മറന്നു പോവോ? അതെ, എഴുതണ്ട് പഠിച്ചോ? ഏതില്ല അക്ഷരം പഠിച്ചോ നിങ്ങൾ? ഏതില്ല അക്ഷരം കിട്ടുമോ നിങ്ങൾക്ക് എഴുതാൻ? ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളെന്തിനാ പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നേ? ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കുന്നേ? പിറകോട്ട് നോക്കുന്നു. പഠിച്ചിട്ടില്ല. ഏതില്ല അക്ഷരം എഴുതി പഠിക്കാമോ? അക്ഷരം എഴുതാൻ പറയുമ്പോ എഴുതണം. ഇനി അവിടെ ശ്രദ്ധിക്കും. എന്റെ മക്കളെ വഴക്ക് പറയാൻ വന്നേ? ആരെന്റെ മക്കളെ വഴക്ക് പറയുന്ന ആരാണ്?
അഭിനവിനാണോ തോന്നുന്നുണ്ട്? അഭിനവിന്റെ അമ്മ കൈ കൊണ്ടല്ലാകുന്നുണ്ട്. അഭിനവ് ഞാനാണോ ചീത്ത ഇട്ടത്? ഓടിക്കാം നമുക്ക്. അമ്മ ശരിയാവുന്നില്ല. അത് അങ്ങനെയാണോ അഭിനവേ? ഒന്നും പറയുന്നില്ല അല്ലേ? ഓക്കെ. യുകെജിയിലല്ലേ എത്തിയുള്ളൂ? കൃതിയൊക്കെ വേണ്ടല്ലേ? മാത്യു ഏജ് എന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. എന്ന് മോനെ പ്രസന്റ് ടൈപ്പ് ചെയ്തോ? നേരത്തെ പറഞ്ഞിട്ടില്ലേ ടൈപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഇനി പേജ് നമ്പർ 5 എല്ലാരും ടൈപ്പ്. പേജ് നമ്പർ 5-ാമത്തെ പേജ്. അല്ലേ നേരത്തെ പറഞ്ഞ നിങ്ങൾ ചോദിച്ചോ നിങ്ങളുടെ പേരൻസിനോട്. ഓക്കെ, എന്താണ് എഡി ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നോ? ചോദിച്ചോ എവിടെയാണ് എഡിന്റെ ഭാഗം? നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞിട്ട് കാണിച്ചു തന്നെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. അഭിനവേ നമുക്ക് അമ്മേനെ അടിച്ചങ്ങോട്ടിടാം അല്ലേ? നമുക്ക് നല്ല അടി കൊടുക്കാൻ പറ്റേ? കുഞ്ഞിനെ ദ്രോഹിക്കല്ലേ? എല്ലാരും അമ്മനെ നോക്കി ഇരിക്കുന്നു. എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ആകുമ്പോ സ്കൂൾ തുറക്കുമ്പോ അമ്മക്ക് കൂടി ഒരു ക്ലാസ് വേണ്ടി വരും അല്ലേ? ക്ലാസ് റൂമ് എടീന്ന് പഠിച്ചു. എടി എന്നുള്ളത് നിങ്ങളുടെ കാലിന്റെ ഉപ്പൂറ്റി ഭാഗം. നിങ്ങൾക്ക് പേരൻസ് കാണിച്ചു തന്നോ എവിടെയാന്നുള്ളത്? ഇല്ലേ? വേഗം പറഞ്ഞു. നിങ്ങൾ ചോദിച്ചില്ലേ വീട്ടില്? അൻവിത കുഞ്ഞിന് നോക്കുന്നുണ്ട്. അൻവിത കാണിച്ചു തന്നോ? എത്ര പേര് കാണിച്ചവരുണ്ട്? ഒന്ന് തമ്പ് കാണിച്ചേ. എടി ഉപ്പൂറ്റി ഭാഗം കാണിച്ചെന്ന് എത്ര പേരുണ്ട്? ഓക്കെ. അപ്പൊ കാണാത്തവരൊന്ന് ഉപ്പൂറ്റി ഭാഗം എടി എന്ന് പറയുന്നതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണേ. എടി तारा ऐसे तारा ऐसे एका ऐसे एक तारा ഇനി നെക്സ്റ്റ് പേജും കൂടി മിസ് പറഞ്ഞുതരാം. പിക്ചർ നോക്കി പറഞ്ഞു പഠിക്കണേ. ഒരാഴ്ച സമയമുണ്ട്. അടുത്ത ആഴ്ച സീമ മിസ് വരുമ്പോഴേക്കും ഈ പിക്ചർ നോക്കി പഠിക്കണം കേട്ടോ. അടുത്ത അക്ഷരം കണ്ടോ മുകളിലെ? അത് നമ്മുടെ എ എന്നുള്ള അക്ഷരമാണ്, ഐ എന്നുള്ള അക്ഷരമാണ്. എ ഐ. എന്താണ് അക്ഷരം? എ ഐ. എല്ലാരും അമ്മയെ നോക്കിയിരിക്കുകയാണല്ലേ? അമ്മമാർ നോക്കിയിരിക്കുകയാണല്ലേ? പുറകോട്ട് നോക്കിയിരിക്കുകയാണല്ലോ കുറെ പേര്. ഫെലിക്സ് എന്നാണ് കൈ കൊണ്ടെല്ലാം വർത്തനം പറയുന്നത്. അമ്മയോട് പിന്നെ പറയാ കഥ. നെക്സ്റ്റ് പേജിലെ ഫസ്റ്റ് അക്ഷരം, പേജ് നമ്പർ 6 ഏറ്റവും മുകളിൽ കാണുന്ന അക്ഷരമാണ് എന്ത്? എ ഐ. എന്താണ് അക്ഷരം?
എ പറഞ്ഞേ ഒന്ന് എ ഐ. അപ്പൊ എന്നുള്ള അക്ഷരത്തിനും ഐ എന്ന അക്ഷരത്തിനും ഒറ്റൊരു അക്ഷരം നമുക്ക് ഹിന്ദിയിലുള്ളൂ. അതാണ് മുകളിൽ കൊട്ടുന്നത്. എ ആയിട്ടും ഐ ആയിട്ടും ഉപയോഗിക്കാം. കേട്ടല്ലോ? മിസ് പറയുമ്പോ മിസ്സിനെ ശ്രദ്ധിക്കണേ. നിങ്ങളെ അമ്മ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. അമ്മയോട് പിന്നെ കുശലം പറയാം കേട്ടോ. അമ്മയോട് പിന്നെ കുശലം പറയാ. ഇപ്പൊ മിസ് പറയുമ്പോ ശ്രദ്ധിക്കണേ. എ ഐ എന്താ അക്ഷരം അത്? ഒന്ന് തൊട്ട് കാണിച്ചേ. എ ഐ എന്നുള്ള അക്ഷരം. എ ഐ എന്ന അക്ഷരം ഒന്ന് തൊട്ട് കാണിച്ചേ എല്ലാവരും. പേജ് നമ്പർ 6 എടുത്തേ. ആ ഓക്കെ. എല്ലാരും മുന്നിൽ ഉണ്ടാവണം. എല്ലാരും ഒന്ന് തൊട്ട് വെച്ചേ. അവിടെ അവരവരുടെ വിരലുകളെ ഒന്ന് എ ഐ എന്നുള്ള അക്ഷരത്തിന് താഴെ ഒന്ന് വെച്ചേ. എ ഐ ഒന്ന് ഉറക്കെ പറഞ്ഞേ. എ ഐ പറഞ്ഞേ. എ ഐ അന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടെന്നോ. കുറെ പ്രാവശ്യം പറഞ്ഞു ഒന്ന്. എ ഐ എ ഐ. നിങ്ങൾ പറഞ്ഞ കേൾക്കൂല. കാരണം ഞാൻ നിങ്ങളെല്ലാവരെയും മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത്. മിസ് ഇനി ചോദിക്കുമ്പോൾ നിങ്ങൾ മിണ്ടുന്നത് കേൾക്കാൻ പറ്റും. നിങ്ങൾ ആരെന്ന് ഉറക്കെ പറയാം. എ ഐ. അഭിനവ് എങ്ങോട്ടോ മുങ്ങുന്നുണ്ട്. അഭിനവ് ഓടി രക്ഷപ്പെടാൻ പോകുന്നു. നടക്കൂല മോനെ. നിന്നെ ഞാൻ അങ്ങോട്ട് വരെ തൂക്കി എടുത്ത് കൊണ്ടുവരും ഇങ്ങോട്ട് കേട്ടോ. അഭിനവേ കുറച്ച് ഹിന്ദി പഠിച്ച് നമുക്ക് പോവാം കേട്ടോ. എങ്ങോട്ടാ പോന്നേ പറ. മിസ്സിനോട് പറഞ്ഞേ. എന്തിനാ പോന്നെ? എങ്ങോട്ടാ പോന്ന് പറ. അഭിനവേ മിസ്സിനോട് പറഞ്ഞേ. മിസ്സ ചോദിക്കും എവിടെയാ പോന്നെ പറ. എടി പോന്നില്ല. പിന്നെ ഇപ്പൊ ഓടുമ്പോ പിടിച്ചു വെച്ചത് ഞാൻ കണ്ടല്ലോ. ഇടയ്ക്ക് ഓടിപ്പോലെ. മിസ് പറഞ്ഞ ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പോ എ ഐ എന്താ പറഞ്ഞത്? എ ഐ. ഇനി തൊട്ട് താഴെ കണ്ട നിങ്ങളെ എന്താണ് പറയാ? ഐരാവത്. ആദിയുടെ കയ്യിൽ എന്തോ കാണുന്നുണ്ടല്ലോ മിസ്. എന്താ കയ്യിൽ? വാങ്ങിവെച്ചോ. കൊറേ പേര് കളിക്കേണ്ട സാധനം എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പൊ എ ഐ അത് എഴുതാൻ പഠിക്കണേ. എ ഐ എന്ന് എഴുതാൻ പഠിക്കണം. അതിന്റെ താഴെയുള്ള വേർഡ് എന്താണ്? ഐരാവത്. ഒന്ന് വായ തുറന്ന് പറഞ്ഞേ. ഐരാവത് പറഞ്ഞാൽ ഐരാവതം. ഐരാവതം ഒന്ന് പറഞ്ഞേ. ഐരാവത്. ഇപ്പൊ വായ തുറന്ന് പറയാത്തവര് മടിയന്മാരാണ്. അവർക്ക് പിന്നെ ഹിന്ദിയിൽ പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ കുറെ പേര് വായ തുറക്കാതെ മിണ്ടാതിരിക്കുന്നുണ്ടല്ലേ. അവരെ അമ്മമാര് പേരൻസാന്ന് പറയുന്നത് മിസ് പറയുമ്പോ. ഐരാവത്. അപ്പൊ എ എന്നുള്ള അക്ഷരവും ഐ എന്നുള്ള അക്ഷരവും ഏതാന്ന് മനസ്സിലായല്ലോ. എ എന്നുള്ളതിനും ഐ എന്നുള്ളതിനും ഒരക്ഷരേ ഉള്ളൂ ഹിന്ദിയിൽ കേട്ടോ. നിങ്ങൾ വേറെ എവിടെ അന്വേഷിക്കാൻ പോണ്ട. എ ഐ. അതിലെ ഫസ്റ്റ് വേർഡ് ഐസേ ഐരാവത്. കുറച്ച് വാക്കുകൾ ഉണ്ടായില്ലേ. 3-4 അക്ഷരങ്ങൾ ഉണ്ടായി ഐരാവത് എന്ന് പഠിക്കണമെങ്കിൽ കേട്ടോ. ഐരാവത്. ഏബൽ കുശലം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഏബലിന് കുശലം പറയല് കുറച്ച് മതിയാകും. ക്ലാസ് കഴിഞ്ഞ് നമുക്ക് കുശലം പറയാം. ഐരാവത്. എ ഐ സേ ഐരാവത്. ആദിശ്രീ എന്താ മോളെ?
എന്താണ്? മിസ്സേ സൗണ്ട് കുറവാ. കുറവാണോ? സൗണ്ട് കുറവാ. അതെയോ? കേൾക്കുന്നില്ല. ഇപ്പൊ ഓക്കെയാണോ? ഇല്ല. 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 ഇപ്പോഴോ? ഞാ. കേൾക്കാമോ? ഇല്ല. ചുരുങ്ങന. ഇല്ല. ആടാ ഇപ്പൊ കേൾക്കുന്നില്ലേ? Can you hear me? കുറച്ച്. അയ്യോ മിസ്സിനാണ് ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സൗണ്ട്. മിസ്സിന് പേടിച്ചാ അതെയോ? അതെ മിസ് വലിയ ക്ലാസ്സിൽ വലിയ സൗണ്ടിൽ എടുക്കുന്നേ. അപ്പൊ നിങ്ങൾ കുഞ്ഞുമക്കള് പേടിച്ച് പോണ്ടാന്ന് വെച്ചിട്ടാണ് മിസ് സൗണ്ട് അധികം എടുക്കാത്ത കേട്ടോ. പേടിക്കണ്ട. കേൾക്കാമോ? ചെറുതായിട്ടേ ഉള്ളൂ പറ. Can you hear me? ചെറുതായിട്ട് മിസ്സേ സൗണ്ട് കുറവാ. നന്നായിട്ട് കേൾക്കുന്നവർ, സൗണ്ടിൽ കേൾക്കുന്നവർ ഒന്ന് തമ്പ് കാണിക്കാമോ? നന്നായിട്ട് കേൾക്കുന്നവർ മാത്രം തമ്പ് കാണിക്കാമോ? യെസ് ഓർ നോ? നോ ആണോ കാണിക്കുന്നേ? ഓക്കെ അല്ല? ക്ലിയർ ആവുന്നില്ല? ഇപ്പോഴോ? സൗണ്ട് ഉണ്ട്, പക്ഷെ അത്ര വലിയ സൗണ്ട് ആയിട്ടില്ല. അങ്ങനെ ഇല്ല അല്ലേ? എന്താ ഇല്ല. പറ്റിയ? ഞാൻ നല്ല കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് വരുന്നില്ല. ഓ അതെയോ? ഓക്കെ ഓക്കെ, ഞാൻ ഇത് വെച്ച് നോക്കാം. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. Can you hear me? യെസ് പറ. ഓക്കെ എസ് പറഞ്ഞവരൊന്ന് തമ്പ് കാണിച്ചേ. എസ് ആണെങ്കിൽ തമ്പ് കാണിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ. ഓക്കെ, ഇനി മിസ് സൗണ്ട് പറയാട്ടോ. ആദിശ്രീ കേൾക്കില്ലേ? ആ ഓക്കെ. അപ്പോ ഐ സേ ഐരാവത്. എന്താ എന്റെ മക്കള് പഠിച്ച വേർഡ് ഇപ്പോ? ഐ സേ ഐരാവത്. എന്റെ മക്കൾ ഒരു 3-4 പ്രാവശ്യം അവിടെ ഇരുന്ന് പറയാമോ? ഐ സേ ഐരാവത്. പറഞ്ഞേ ഉറക്കെ. വായി തുറന്ന് പറഞ്ഞവർക്ക് വേഗം പഠിക്കാൻ പറ്റും. ഐ സേ ഐരാവത്. ഫെലിക്സ് അവിടുത്തെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെലിക്സിന്റെ വീട് എവിടെയാണ്? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഫെലിക്സിന്റെ വീട്ടിലേക്ക് ഞാൻ ഇപ്പൊ എത്തും. ഫെലിക്സ് ഒന്നും പറയാനും കൂടുന്നില്ല, മടിയൻ അല്ലേ? ഐ സേ ഐരാവത്. ഫെലിക്സേ അവിടുന്ന് കളിക്കുകയാണോ? മിസ് പറഞ്ഞ ഒന്നും കേൾക്കുന്നില്ലേ ഫെലിക്സിനെ? ഐ സേ ഐരാവത്. ഐ സേ ഐരാവത്. വേറൊരു വാക്ക് കൂടി ഇല്ലേ? ഐരാവത് പറഞ്ഞാല് ഐരാവതം. നെക്സ്റ്റ് അടുത്ത വേർഡ് ഐനക്. ഐനക് എന്നും പറയും, ഏനക് എന്നും പറയും. ഐനക് കണ്ണട അല്ലേ? സ്പെക്ടിക്കിൾസ് അല്ലേ? ഐനക് കണ്ടോ? കണ്ണട വേണോ നിങ്ങൾക്ക്? കാണുന്നില്ല നിങ്ങൾക്ക്? കണ്ണടേന്റെ ആവശ്യമില്ല അല്ലേ? എന്തിനാ കണ്ണട ഉപയോഗിക്കുന്നത് പറയാൻ പറ്റുമോ? എന്തിനായിരിക്കും എല്ലാവരും കണ്ണട ഉപയോഗിക്കുന്നത്? കണ്ണട യൂസ് ചെയ്യുന്നത് എന്തിനാ?
കാഴ്ചശക്തി കുറയുന്നത് കൊണ്ടല്ലേ അല്ലേ? കാഴ്ചശക്തി കുറയുന്നത് കൊണ്ട്. ആയിഷാമാനെ ഇങ്ങനെ കണ്ണ് തുറന്ന് പിടിച്ചിങ്ങനെ നോക്കി. നല്ല മൈലാഞ്ചി ഒക്കെ സൂപ്പറായിട്ട് മൈലാഞ്ചി ഒക്കെ വെച്ചു അല്ലേ പെരുന്നാളിന്റെ? ഓഹോ, ആരാ വെച്ചെന്ന്? ഉമ്മയാ? സൂപ്പറാണ് ട്ടോ. ആഹാ, മൈലാഞ്ചി ഒക്കെ ഇട്ട് ഇങ്ങനെ സുന്ദരി കുട്ടിയുടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോ കാഴ്ചശക്തി നമുക്ക് കാഴ്ചശക്തി കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കണ്ണട ഉപയോഗിക്കുന്നത് അല്ലേ? മക്കൾക്ക് കാഴ്ചശക്തി ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ കുറേ സമയം ഫോണില് ഗെയിം കളിക്കുകയോ കുറേ സമയം TV കാണുകയൊക്കെ ചെയ്താല് നമ്മളെ കണ്ണിന് എന്ത് തകരാറാവും? കാഴ്ചശക്തി കുറയും. നമ്മൾ ഫോൺ അങ്ങനെ അനാവശ്യമായി യൂസ് ചെയ്യാൻ പാടില്ല. റിയാനെ നഖം കടിക്കല്ലേ? അതായത് നമുക്കും എന്ത് ചെയ്യും? കാഴ്ചശക്തി കുറയും. എന്താ കാരണം? ഫോണ് അല്ലേ? നമ്മളെ ഗെയിം കളിക്കും ഫോണില്, യൂട്യൂബ് കാണും അല്ലേ? സോങ് കാണും അല്ലേ? ഇതിൽ എത്ര പേര് ഫോണിൽ കളിക്കുന്നവരുണ്ട്? ഒന്ന് തമ്പ് കാണിച്ചേ. ഫോണിൽ ഗെയിം കളിക്കുന്നവരോ അല്ലെ ഫോൺ അനാവശ്യമായി യൂസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? സത്യം പറഞ്ഞോ മിസ്സിനോട്? സത്യമായിട്ട് പറഞ്ഞോ, എത്ര പേരുണ്ട് ഫോണില് ഗെയിം കളിക്കുന്ന? ആയിഷ അമാനുണ്ട്, പിന്നെ അഭിനവ് ജേക്കബ് ഉണ്ട്. എനിക്ക് നേരത്തെ തോന്നി അഭിനവിന് ഉണ്ടോ എന്നുള്ള സംശയം. എന്നാ വേഗം ഇപ്പോഴേ നമുക്കൊരു കണ്ണട വാങ്ങി വെക്കാം അഭിനവേ വീട്ടില് കേട്ടോ. പഠിക്കേണ്ട സമയത്ത് മാത്രമേ ഓൺലൈൻ ക്ലാസ്സിലും മറ്റുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. കുഞ്ഞു മക്കളെ കണ്ണിന് ഇപ്പോഴേ കാഴ്ചശക്തി കുറയും. പിന്നെ കണ്ണ് കാണാതെ സ്കൂളിലേക്ക് ട്രൂലായിട്ട് സ്കൂൾ എവിടെയാണെന്നെല്ലാം ചോദിക്കേണ്ടി വരും ആരോടെങ്കിലും. പിന്നെ അവരോട് കൊണ്ടുവിടാൻ പറയേണ്ടി വരും കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞാല്. പിന്നെ കൈ പിടിച്ചെല്ലാം വരുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സ്കൂൾ തുറക്കുമ്പോ ഇങ്ങനെ മുഹമ്മദ് ഷാസിലെല്ലാം ഇങ്ങനെ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ കണ്ണ് കാണാതെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവിടുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ആക്കരുത് കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യാൻ പാടില്ല? ഫോണില് അധികം ഗെയിമോ അങ്ങനെയുള്ള മറ്റുള്ള ആവശ്യത്തിന് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പഠിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സമയം ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഐനക്കിന്റെ ആവശ്യമില്ല അല്ലേ? എനക് അല്ലെങ്കിൽ ഐനക്, ഐനക്കിന്റെ ആവശ്യം ഉണ്ടാവോ? നോ. ഐനക് മീൻസ് കണ്ണട. നമ്മൾക്ക് കാഴ്ചശക്തി നമ്മൾ കളയാതെ സൂക്ഷിക്കുക. പിന്നെ അത്യാവശ്യം വേറെന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരുന്നതാണെങ്കിൽ സാരില്ല. അല്ലാതെ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ കാഴ്ചശക്തി പോയി എന്ന് ആരും പറയരുത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. ഐസേ ഐരാവത്, ഐസേ ഐനക്, ഏനക് എന്നും പറയും. അപ്പൊ സജിത മിസ് ഞങ്ങളെ ഐനക് എന്നാണല്ലോ പഠിപ്പിച്ചതെന്ന് പരാതി പറയരുത്. ഏനക് പറഞ്ഞാലും ഐനക് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പൊ ഏതക്ഷരം നമ്മളിപ്പോ പഠിച്ചത്? എ ഐ, എ ഐ. ഐസേ ഐരാവത്, ഐസേ ഐനക്. പറയാമോ മക്കളെ ഓരോരുത്തരും? എ ഐ, ഐസേ ഐരാവത്, ഐസേ ഐനക്. മിസ്സിന് പറഞ്ഞുതരാമോ? മിസ് ചോദിക്കാം ഓരോരുത്തരോടെ. നിതാഷ, നിതാഷ പറഞ്ഞോളൂ. ഐസ ഐരാവത്, ഐസ ഐനക്. ഐനക്. ഇവാന, ഐനക്. ഐസേ ഐരാവത്, ഐസേ
ഐനക്. Ainak. ആ ഐനക്. ഓക്കെ. എഡൻ ജെ മാത്യു. I say Aidavat. ഉം. I say Ainak. ഐനക്. അതിന് അങ്ങോട്ടാണോ ഉള്ളത്? അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. ഐനക്കും ഐരാവതും അങ്ങോട്ടാണോ ഉള്ളത്? ടെക്സ്റ്റ് ബുക്കിലല്ലേ ഉള്ളത്? ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ തൊട്ട് കാണിച്ചെന്ന് പറഞ്ഞേ എഡൻ. ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ തൊട്ട് പറഞ്ഞേ. Ainak. ആ ഓക്കെ. I say Aidavat. I say Ainak. ഓക്കെ. ആദിയ. ഓക്കെ ഓക്കെ മിസ് അൺമ്യൂട്ട് ആക്കട്ടെ. പറഞ്ഞോളൂ. I say Aidavat. ആ I say Ainak. ഓക്കെ. അഭിനവേ. അഭിനവ് ഇങ്ങനെ എന്താ പറയണ്ടേ? പിടിച്ചു നിർത്തിയിട്ടാണ് ഇരുത്തിയിട്ടുള്ളതല്ലേ? ഐരാവതം. ഉറക്കെ പറ. അത് നോക്ക്. I say ഐനക്. ഐനക്. ഐസേ ഐരാവത്. ഐസെ ഐരാവർ പറ. ഐസെ വേഗം അഭിനവ് പറഞ്ഞു വേഗം. ഐനക്. ഉറക്കെ പറ. Ainak. മിടുക്കം ഐനക്. പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. ഐനക് പറ. Ainak. ആ ഐസേ ഐനക്. അല്പം മടിയാണല്ലേ അഭിനവേ? അച്ചോട് പറയണേ. ആ. അച്ചോട് പറയണോ? ടീച്ചർ ആ വരുന്ന വഴിക്ക് അച്ഛൻ നിപ്പുണ്ട്. വേണ്ട 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 വേണ്ട. എന്താണ്? ടീച്ചർ വരുന്ന വഴിക്ക് ആ. അച്ഛനെ കാണുമ്പോ ഒന്ന് പറയണേ ഇവന് മടിയാന്ന്. ആ മടിയാന്നല്ലേ? മടി മാറ്റണേ. നല്ല മോനാണ് അഭിനവ്. അഭിനവ് മിടുക്കനാണ്. കണ്ടോ അടുത്ത ക്ലാസ് സൂപ്പറാണ്. കണ്ടോ റിയാൻ പറഞ്ഞ മോനെ. ഐസേ എനിക്ക് വേണ്ടത്. ഐസേ ഐരാവത്. നെക്സ്റ്റ് ഐരാവർ. ഐസേ ഐനക്. ഐസേ Aidavat. പിന്നെ ഐസേ ഐനക്. 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 Ainak. ഓക്കെ. അഹല്യ. കാറ്റ് കാണുവാണോ? Ainavat. ഉം. Ainak. ഐസേ ഐനക്. ആയിഷ മാന. മൈലാഞ്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കലേന്ന്. ഐഷ മാന പറഞ്ഞോളൂ. ആസേ Aise. ഐനക്. Ainak. ആസേ ഐരാവർ. ഐരാവർ. ഓക്കെ. Aise. അമ്മാനെ പറഞ്ഞോ. Aise. Airavatam. ആ ഐരാവത്. ഐരാവത്. എന്നതാ പറഞ്ഞേ? ഐരാവത് പറഞ്ഞേ. Ainak. ഐനക്. ഓക്കെ. അൻവിത. അൻവിത. Aise. Airavat. Aise. Ainak. ഐനക്. ഐനക്. Thank you, Miss. ഓക്കെ. മുഹമ്മദ് മേഹ. ബാക്കി കാണുന്നില്ല പേര്. മിസ്സിന് പേരറിയില്ല കേട്ടോ. ഓക്കെ. പറഞ്ഞോ. ഓക്കെ. മുഹമ്മദ് ഫെഹൂസന്റെ ആരോ ആണല്ലേ? അനുജനാണെന്ന് തോന്നുന്നു. ആ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ.
I say. Ainak. Okay. Muhammad Shazil. ഞാൻ ഐസേ ഐരാവ് ഐസേ Okay. Next. Adish. I say Hyderabad. I say Ainak. Ainak. Adisri. I say Hyderabad. I say Ainak. Ainak. Delvin. I say Aidab. I say Ainak. Ainak. Textbook എവിടെ? എന്താ കയ്യിലുള്ളത്? കയ്യിൽ എന്തോ ഉണ്ടോ? വലത് കൈയുടെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ? റബ്ബറാണോ? ഓക്കെ. വൈഗ. ഓക്കെ. ഉമർ ജാഫർ. Ainak. ഓക്കെ. മുഹമ്മദ് റഫാൻ. മുഹമ്മദ് റഫാൻ. അന്നേരം അവരോട് ചോദ്യം ചോദിക്കുന്നുണ്ടായിന്. കേൾക്കാമോ? മുഹമ്മദ് റഫാൻ. ആ പിന്നെ ഐസേ ഐനക്. ഓക്കെ. മുഹമ്മദ് ഷഹൽ. I say Hyderabad. I say Ainak. ഓക്കെ. ഏബൽ സിൻഡോ. ഐനക്. ഇഷാനി. I say Hyderabad. I say Ainak. ഐനക്. ഓക്കെ. ഫാത്തിമ ജാബിർ. ഫാത്തിമ ജാബിർ. I say Hyderabad. I say Ainak. ഓക്കെ. ഫെലിക്സ്. ഫെലിക്സ്. ഫെലിക്സേ, മിസ് വിളിക്കുന്ന കേൾക്കാമോ? ഫെലിക്സ്. എന്തെങ്കിലും ചോദിക്കുമ്പോ അപ്പ വീഡിയോ ഓഫ് ചെയ്യില്ലല്ലേ? കൊറേ തവണയല്ലോ മിസ് ഫെലിക്സിനെ വിളിക്കുന്നത്. ഫെലിക്സ് പിന്നെ എന്തിനാ ക്ലാസ്സിൽ ഇരിക്കുന്നത്?
ഫെലിക്സേ മിസ് വിളിക്കുന്നത് കേൾക്കാമോ? എവിടെയായിരുന്നു ഇത്ര സമയം? മിസ് കൊറേ തവണയായി വിളിക്കുന്നു. ഒന്ന് പറയാമോ അതിന്റെ ആൻസർ? AI. പറഞ്ഞേ. I say ആ ആ I say Ainak. മിസ് പറഞ്ഞ കേൾക്കണം കേട്ടോ. ആ അവിടെ ഇരുന്ന് കളിക്കലേ, മിസ് പറയുമ്പോ കേൾക്കണം. മുഹമ്മദ് ഷെസിൽ പറഞ്ഞില്ലേ മോനെ? ആദിയ പറഞ്ഞ മോളെ, ആദിയ പറഞ്ഞോ? പറഞ്ഞോ? ഓക്കെ. ഇനി ആരെങ്കിലും പറയാം? മിസ് വിളിക്കാൻ ബാക്കിയുണ്ടോ? ക്ലാസ് കഴിയാറായി. ഓക്കെ ഫെലിക്സേ, ഫെലിക്സ് അവിടുന്ന് കളിച്ചോണ്ടേ ഇരിക്കുന്ന സംശയമുണ്ട് അല്ലേ? അതെ ഫെലിക്സേ. ഹെയ്ൽജോ മിസ്സേ, ഹെയ്ൽജോ എന്നാ പേര്. എന്താണ്? ഹെയ്ൽജോ. ഹെയ്ൽജോ ഫെലിക്സ് അല്ലേ? അങ്ങല്ലേ? ഹെയ്ൽജോ ഫെലിക്സ് എന്നല്ലേ പേര്? ഓക്കെ. യെസ്, മിസ് ലാസ്റ്റ് കണ്ടത് വിളിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാരും എന്ത് ചെയ്യണം? ക്ലാസ് കഴിയാറായി, ഫൈൻഡ് പേനായി. നിങ്ങള് ഐരാവത്, ഐനക് എഴുതി എഴുതി പറഞ്ഞിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ സീമ മിസ് വരും കേട്ടോ. എല്ലാ മക്കളും പഠിക്കില്ലേ? ഓക്കെ, ബൈ, സീ യു. എപ്പോഴെങ്കിലും ഇനി കാണാം. എപ്പോഴെങ്കിലും ഇങ്ങനെ മിസ് വരും നിങ്ങളെ കാണാനേ. നിങ്ങൾ